ശ്രീ യുവരാജ് ഗോകുൽ ഏതാണ്ട് 2 ആഴ്ച കഴിയുന്നതും നമ്മുടെ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിക്കും. അതെ, അതായത് നറുക്കെടുപ്പും കാര്യങ്ങളും ആരംഭിക്കും. 2 ആഴ്ച കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ ഒരു ഊഹമാണ്, ഒരു പക്ഷേ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നേക്കും. 2-3 ആഴ്ച, അതിൽ കൂടുതൽ പോകും എന്നെനിക്ക് തോന്നുന്നില്ല. ഒരു മാസം മാക്സിമം ഒരു മാസം, ഏതാണ്ടൊരു 2 മാസം കഴിയുമ്പോഴത്തേക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കും. ഈ സാഹചര്യത്തിൽ ഈ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിൽ BJPയുടെ സാധ്യതകളെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ആദ്യം BJP നിന്ന് തുടങ്ങാം എന്ന് കരുതുന്നു. ഒന്ന്, 1600 സംതിങ് വാർഡുകളാണ് കഴിഞ്ഞ 2020 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ചിട്ടുള്ളത്. അത് ഏതാണ്ട് ഒരു 10-30% വർധനവ് ആ സമയത്തുണ്ടായിരുന്നു. സംഘടനാപരമായി BJP വളർച്ചയുടെ ഒരു ഘട്ടത്തിലായിരുന്നു ആ സമയം. 2015, 2020. 2015 മുമ്പുള്ള തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ BJP അങ്ങനെ ഒരു വലിയ ശക്തി ആയിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ചില പ്രത്യേക പോക്കറ്റുകൾ, ഇപ്പൊ കാസർഗോഡിലെ ചില പഞ്ചായത്തുകൾ, പാലക്കാട്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോലും അല്ല സത്യം പറഞ്ഞാലേ. കാരണം 2010 6 കൗൺസിലർമാർ മാത്രമേ ഉള്ളൂ. 2015 ആദ്യമായിട്ട് 35 കൗൺസിലർമാർ ജയിക്കുന്ന ഒരു സാഹചര്യം വന്നത്. അപ്പൊ 2020 BJP ആ ഒരു മേഖലയിൽ ആൾക്കാർ ആദ്യമായിട്ട് സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന BJP ഒരു ഫോഴ്സ് ആണെന്നുള്ള നിലയിൽ അവിടെ നിന്ന് മാറി 2025 വരുമ്പോൾ 2020 BJP അല്ല. 2025 എത്തുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് ഒരു MP ജയിപ്പിച്ചിട്ടുള്ള 2 നിയമസഭാ സീറ്റുകളിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ലീഡ് നേടിയിട്ടുള്ള 20% വോട്ട് കേരളത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് BJP ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞു 2020 നിന്ന് 2025 എത്തുമ്പോൾ. അത് മാത്രമല്ല, ഈ 2010 BJPക്ക് തിരുവനന്തപുരത്ത് 6 കൗൺസിലർമാരെന്ന് പറയുമ്പോൾ ആരും കാണാത്തൊരു ഫാക്ടർ 17 സ്ഥലത്ത് BJP 2ാം സ്ഥാനത്തായിരുന്നു എന്നുള്ളതാണ്. അതും വളരെ നേരിയ വോട്ടുകൾക്ക് മാത്രമാണ് പലയിടത്തും 2ാം സ്ഥാനത്ത് പോയിരിക്കുന്നത്. ഇനി വളരെ നേരിയ വോട്ടുകൾക്ക് 3ാം സ്ഥാനത്ത് പോയ സ്ഥലങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ മണക്കാട് വാർഡില് കരമന അജിത്ത് 3ാം സ്ഥാനത്താണ്. പക്ഷേ 72 വോട്ടിനാണ് തോറ്റിരിക്കുന്നത്. അതായത് 1ാം സ്ഥാനവും 3ാം സ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം 72 വോട്ട്. 2ാം സ്ഥാനവും 3ാം സ്ഥാനവും തമ്മിൽ 2 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. 70 വോട്ടിനാണ് 2ാം സ്ഥാനത്ത് വന്നയാൾ തോറ്റ സിറ്റിംഗ് കൗൺസിലർ തോക്കുന്നത്. 72 വോട്ടിനാണ് കരമനജിത്ത് മണക്കാട് തോക്കുന്നത്. അപ്പോൾ അതിനേക്കാൾ 3ാം സ്ഥാനം നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ വന്നിരിക്കുന്ന 10ഓളം വാർഡുകൾ വീണ്ടും ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു 27ഓളം വാർഡുകളിൽ BJP 2ാം സ്ഥാനത്താണെന്ന് തന്നെ പറയാം. 27 അതിന് മുകളിൽ എന്ന് തന്നെ നമുക്ക് പറയാം. അതെല്ലാം കൂടി നമുക്ക് 2015 ഒരു ട്രെൻഡിൽ ജയിക്കാൻ സാധിച്ചപ്പോഴാണ് നമ്മൾ 35 വാർഡുകൾ ജയിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. അത് 2020 നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും 2ാം സ്ഥാനത്ത് നിൽക്കുന്നതിനെ കൺവേർട്ട് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മൾ വലിയ ജമ്പിലേക്ക് പോകുന്നതെന്ന് പറയാം. ഇപ്പോൾ 2 സീറ്റുകൾ മാത്രമേ പണ്ട് BJPക്ക് ഉണ്ടായിരുന്നുള്ളൂ. 2ൽ നിന്നാണ് നമ്മൾ ഇന്ന് ഇത്രയിലെത്തിയത് എന്ന് നമ്മൾ എപ്പോഴും പറയുമ്പോഴും ഈ 2എണ്ണമേ ജയിച്ചുള്ളൂ എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ 80-ലധികം സീറ്റുകളിൽ അന്ന് BJP 2ാം സ്ഥാനത്തുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും കാണലില്ല. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോഴേക്കും അതെല്ലാം കൂടി ജയിക്കാൻ സാധിക്കുമ്പോഴാണ് ഇത് BJPയുടെ ഒരു പ്രവർത്തനത്തിന്റെ പാറ്റേൺ ആണ് എല്ലാ കാലഘട്ടത്തിലും. അപ്പൊ 2020 വന്ന് നോക്കുമ്പോൾ 1600 സംതിങ് സീറ്റുകൾ BJP ജയിച്ചതുണ്ട്, വാർഡുകൾ ജയിച്ചതുണ്ട്. പക്ഷെ 2700ഓളം വാർഡുകളിൽ BJP 2ാം സ്ഥാനത്തുണ്ട്. അതാരും കാണലില്ല അധികം. 2000-ലധികം വാർഡുകളിൽ BJP, എനിക്ക് 2700 ആണെന്നാണ് എൻ്റെ ഒരു എസ്റ്റിമേറ്റ്. അപ്പോൾ അതാരും അധികം കണ്ടിട്ടില്ല. അതേ പ്ലസ് ആണ് ഈ പറയുന്ന പോലെ നേരിയ മാർജിനിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതായത് 5000-ലധികം വാർഡുകളിൽ BJP ഒന്നല്ലെങ്കിൽ മറ്റൊരു കാലഘട്ടത്തിൽ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ 2025 സാഹചര്യം കുറച്ചുകൂടി ബെറ്ററാണ്, അനുകൂലമാണ്. അപ്പോൾ ഇതിനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് BJPയുടെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോകാം. മാത്രമല്ല, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP ഏതാണ്ട് 5000ഓളം വാർഡുകളിൽ BJP ലീഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ വരുന്നത്. ഇത്രയും സാധ്യതകൾ ഓപ്പണായി നിൽക്കുന്ന ഒരു ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പാണ്. തീർച്ചയായിട്ടും വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ലീഡർഷിപ്പ് നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പോൾ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ സമീപനവും
എല്ലാം കൂടി വരുന്നത് കൊണ്ട് തന്നെ അത് കൺവേർട്ട് ആകുമെന്ന് തന്നെയാണ് നമ്മൾ അതിനകത്ത് വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ രണ്ട് മുന്നണികളും വലിയ രീതിയിൽ ഡിഫൻസിൽ നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനാണ് നിലവിൽ കേരളത്തിലുള്ളത്. രണ്ട് മുന്നണികളും ഡിഫൻസിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ഇടതുപക്ഷത്തിൻ്റെ കാര്യം നമുക്കറിയാം. വിലക്കയറ്റം കൊണ്ട് ആൾക്കാർ പൊറുതിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് സ്കൈ ഹൈ ആണ്. ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും അധികം ഇൻഫ്ലേഷൻ ഉള്ള 2 or 3 സംസ്ഥാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊന്ന് കേരളമാണ്. അപ്പോൾ സാധാരണ വീട്ടമ്മമാരെ ഉൾപ്പെടെ ബാധിച്ചു കഴിഞ്ഞു. ഒരിക്കൽ കിറ്റ് വാങ്ങി വോട്ട് ചെയ്തതിൻ്റെ ഫലം ഇന്ന് ജനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മറുവശത്ത് UDF എന്തൊക്കെയോ ചെയ്ത് വരുന്നു എന്നൊരു തോന്നലുണ്ടാക്കിയെങ്കിലും ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുണ്ടായിട്ടുള്ള വിഷയങ്ങൾ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവരും വലിയ രീതിയിൽ ബാക്ക് ഫുട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്, പ്രതിരോധത്തിലാണ്. അപ്പോൾ കേരള രാഷ്ട്രീയത്തിനെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഒരു കുതിച്ചുചാട്ടം ഈ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ നമ്മളിതൊക്കെ പറയുമ്പോഴും ഈ താങ്കൾ പറഞ്ഞത് ശരിയാണ്, ഒരു ഭരണവിരുദ്ധ വികാരം ശക്തമായിട്ടുണ്ട്. പക്ഷേ ആ ഭരണവിരുദ്ധ വികാരത്തെ മുതലെടുക്കുന്നതിൽ, അതിനെ കൃത്യമായിട്ടും എൻകാഷ് ചെയ്യുന്നതിൽ BJPക്ക് എത്രത്തോളം സാധ്യതകളുണ്ട്? അല്ല, കാരണം ഇപ്പുറത്ത് UDF എന്ന് പറയുന്നത് വിവിധ പാർട്ടികളുടെ കൂട്ടായ്മയാണ്. അത് അവർ നിരവധി പഞ്ചായത്തുകൾ ഭരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചില നഗരസഭകൾ ഭരിക്കുന്നുണ്ട്, മുനിസിപ്പാലിറ്റികൾ ഒക്കെ ഭരിക്കുന്നുണ്ട്. ചില സ്ഥലത്ത് അവർ വലിയ പരാജയം നേരിട്ടിട്ടുണ്ട്. ഇപ്പം വർക്കല മുനിസിപ്പാലിറ്റി ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അവിടെ BJP 2ാം സ്ഥാനത്താണ്, LDF ആണ് ഭരിക്കുന്നത്. ഒരു സീറ്റിന്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ഇപ്പുറത്തെ UDF വളരെ തകർന്നു പോയി. അപ്പൊ അങ്ങനെയൊക്കെ ഒഴിച്ചാലും കേരളത്തിൽ മൊത്തത്തിൽ നമ്മൾ എടുക്കുമ്പോൾ UDF ഇപ്പോഴും ഒരു വലിയ വോട്ട് ശതമാനം ഉള്ള ഏതാണ്ട്. അല്ല, തീർച്ചയായിട്ടും പ്രശാന്ത് ചേട്ടാ, UDF എന്ന് പറയുന്നത് 18 MPമാർ, 20ൽ 18 MPമാരെ ഒരു വർഷം മുമ്പ് ജയിപ്പിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ സംവിധാനമാണ്. നമുക്ക് അതിനെ വില കുറച്ച് കണ്ടിട്ട് ഒരിക്കലും നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അവർക്ക് അതുകൊണ്ടാണ് BJPയുടെ സാധ്യതകൾ എത്രത്തോളം. അല്ല, അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പലപ്പോഴും ആൾക്കാർ കരുതുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിനെ തോൽപ്പിക്കാൻ UDFന് വോട്ട് ചെയ്യാം, അല്ലെങ്കിൽ UDFനെ തോൽപ്പിക്കാൻ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ 2021 വരെയും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുക ആൾക്കാർ. കാരണം അന്നൊന്നും BJP എന്ന് പറയുന്നത് ഒരു 10-നും 14% ഇടയിലുള്ള ഒരു വോട്ട് ഇതിന് മാത്രം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ആ ഒരു ത്രഷോൾഡ് ബ്രേക്ക് ചെയ്യാൻ BJPക്ക് അതുവരെയും സാധിച്ചിട്ടില്ല. ഈവൻ 2019 അതിശക്തമായ ശബരിമല വികാരം നിൽക്കുമ്പോൾ പോലും, കേന്ദ്രത്തിലെ ഏറ്റവും വലിയ BJP തരംഗം നിൽക്കുമ്പോൾ പോലും, ഞാൻ പറഞ്ഞ 2014 വലിയ തരംഗമായിരുന്നു 303 പോയി. മാത്രമല്ല കർണാടക പോലുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുമ്പോൾ അവിടെ 28-26 സീറ്റ് BJP ജയിച്ചു. ഈ 26 സീറ്റ് ഒരിക്കലും ഇവിടെ ജയിക്കാൻ സാധിക്കില്ല BJPക്ക്. കാരണം നമുക്കത് കർണാടക പൊളിറ്റിക്സിനെ അറിയാവുന്നവർക്കറിയാം, ഹസൻ ബെൽറ്റിൽ BJP ഇല്ല. അപ്പോൾ BJPക്ക് ഇപ്പോൾ എപ്പോഴും അവിടെ വോട്ടെണ്ണി കഴിയുമ്പോൾ BJP അധികാരത്തിൽ വരുന്ന ഇലക്ഷനിൽ പോലും BJPക്ക് വോട്ട് ശതമാനം കുറവും കോൺഗ്രസിന് കൂടുതലും. കർണാടകത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ്. BJP 36%, കോൺഗ്രസ് 40%. പക്ഷേ ഭരണം BJPക്ക്. കാരണം BJP 155 സീറ്റിലേ മത്സരിക്കുന്നുള്ളൂ. ഈ 155 സീറ്റിൽ നിന്നാണ് BJP 112-ലധികം സീറ്റ് പിടിച്ച് അധികാരത്തിലേക്ക് വരുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ പാൻ കർണാടക മത്സരിക്കും. ഹസൻ ബെൽറ്റിൽ BJP 70ഓളം സീറ്റിൽ BJP ഇല്ല. അപ്പോൾ അവിടെ പോലും MPമാരെ ജയിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് BJP വന്നു എന്ന് പറയുമ്പോൾ ആ തരംഗം വളരെ വലുതായിരുന്നു 2010. ആ തരംഗം കേരളത്തിൽ അടിച്ചില്ല. അല്ല, ഞാൻ പറയുന്നത് ആ തരംഗത്തിൽ പോലും കിട്ടാത്ത വോട്ട് നമുക്ക് 2024 കിട്ടി കേരളത്തിൽ. പാൻ ഇന്ത്യ ലെവലിൽ 2019 തരംഗം ഇല്ലാതിരുന്ന സമയത്ത് പോലും 2024 കേരളത്തിലെ BJP വലിയ കുതിച്ചുചാട്ടം ഉണ്ടായത്. 30% വോട്ട്. അതിന്റെ അർത്ഥം കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ ചൂടുമാറ്റം നടക്കും. രാഷ്ട്രീയമായിട്ടുള്ള അത് അക്സെപ്റ്റ് ചെയ്യാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ട്. പൊളിറ്റിക്കലി BJP അത് കൺവേർട്ട് ചെയ്യുന്നതിനകത്ത് വിജയിച്ചു എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുന്നതിനകത്ത് രാഷ്ട്രീയ വിശാരദന്മാർക്കും പൊളിറ്റിക്കൽ പണ്ഡിതന്മാർക്ക് എല്ലാവർക്കും അത് ബുദ്ധിമുട്ടുണ്ട്. അവരത് സമ്മതിക്കില്ല. അവർ പറയും അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, മോദി ആയതുകൊണ്ടാണ് പാർലമെന്റ് തന്നെ. ശരിയാണ്, മോദി ആയതുകൊണ്ടാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമ്മതിക്കുന്നു. പക്ഷെ മോദിയെ വെച്ചുകൊണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നിന്നുകൊണ്ട് 20% വോട്ടിലേക്ക് പോകുവാൻ വേണ്ടി സംഘടനാപരമായി BJPക്ക് സാധിച്ചു എന്നുള്ള ഒരു കാര്യം ആലോചിക്കണം. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 10%. 2 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിനെ ഇരട്ടിയാക്കാൻ, ഡബിൾ ആക്കാൻ വേണ്ടി BJPക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഏറ്റവും സ്ട്രഗ്ലിംഗ് ആണ് ആ 10% 20ലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്.
പർട്ടിക്കുലർലി കേരളം പോലെ 50% മാത്രം ഹിന്ദു ഉള്ള ഒരു സംസ്ഥാനത്ത് ആ 10%-ൽ 20%, അതാണ് ഏറ്റവും സ്ട്രഗ്ലിംഗ് പീരീഡ്. ആ പീരീഡ് വളരെ ഭംഗിയായിട്ട് ആ 10 വർഷം കൊണ്ട് BJPക്ക് എത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. ഇനി നമുക്ക് അല്ലാത്ത ഒരു മേഖലയിലേക്ക് വേണം നമ്മൾ കടന്നു പോകുവാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് നമ്മൾ അതിജീവിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്കത് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പൊതുജനങ്ങളുടെ മുമ്പിൽ BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-ൽ ഒരാൾ BJP വോട്ട് ചെയ്യുന്നൊരു പ്രസ്ഥാനമാണ്. പണ്ട് 6%, 10% വോട്ടുള്ള പ്രസ്ഥാനമാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ വെളിയിൽ ഇറങ്ങി നിന്നാൽ കാണുന്ന 5 പേരിൽ ഒരാൾ BJPക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ള തലത്തിലേക്ക് കേരളത്തിലെ BJP സംഘടനാപരമായിട്ട് വളർന്നിട്ടുണ്ട്. അതിന് RSSന്റെ മിഷണറിയുടെ പ്രവർത്തനങ്ങളുണ്ട്, വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനമുണ്ട്, രാഷ്ട്രീയമായിട്ട് BJP നേടിയിട്ടുള്ള ബൂത്ത് തലങ്ങളിൽ വരെ എത്തിയിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനമുണ്ട്, കൃത്യമായിട്ടുള്ള ആസൂത്രണമുണ്ട്, എല്ലാം അതിൻ്റെ പുറകിലുണ്ട്. അത് നമ്മൾ കാണേണ്ടത് തന്നെയാണ്. രാഷ്ട്രീയം വിശാരദന്മാർ അത് കാണാതെ ഇരിക്കാനായിട്ട് എത്ര ശ്രമിച്ചാലും അതൊരു യാഥാർത്ഥ്യം. ഇതൊരു ഏകപക്ഷീയ കാഴ്ചയാണ്. അതെ, ഇത് പബ്ലിക്കിന് വളരെ നന്നായിട്ട് അറിയാം. അപ്പൊ അത്തരത്തിലുള്ള ആദ്യത്തെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പാണ് നമുക്ക് വരാൻ പോകുന്നത്. ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ പ്രൂവ് ചെയ്തതിന് ശേഷം ശരിക്കും BJPയുടെ ശക്തി പരീക്ഷിക്കപ്പെടാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അല്ല, ശക്തി പരീക്ഷിക്കപ്പെടാൻ പോകുന്നത് എന്നുള്ളതല്ല, BJPയുടെ ശക്തിക്ക് ഏറ്റവും അധികം സാധ്യതകൾ തുറന്നു കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പ്, കരുത്ത് തെളിയിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. അതെ 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 നമുക്ക് ഒരു ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് അത് ചെയ്യാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പരിതസ്ഥിതി കറക്റ്റാണ്. എന്നാലും എത്ര ശതമാനം വോട്ടിലേക്ക് പോകാൻ സാധ്യതയുണ്ട്? ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഭരണം പിടിക്കും. അല്ല, ഞങ്ങൾ 25% വോട്ട് എന്നുള്ള അമിത്ഷാജി പ്രഖ്യാപിച്ച ഒരു കാര്യമാണല്ലോ. അതായത് ഇപ്പൊ 5-ൽ അത് ടാർഗറ്റ് ചെയ്താണ് BJP. അതെ, തീർച്ചയായിട്ടും അത് ടാർഗറ്റ്. 5-ൽ 1 എന്നുള്ളത് ഇനിയിപ്പോ 4-ൽ 1, ഇപ്പൊ 5 പേരിൽ ഒരാൾ വോട്ട് ചെയ്യുന്നു എന്നുള്ളത് 4 പേരിൽ 1 എന്നുള്ളതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് 25% വോട്ട്. ചെറിയ ടാർഗറ്റ് അല്ല, ചെറിയ ടാർഗറ്റ് അല്ല, പക്ഷെ അച്ചീവബിൾ ടാർഗറ്റ് തന്നെയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ബാലികേറാ മലയാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പൊ 20% വോട്ടിലേക്ക് നമ്മൾ എത്തും എന്ന് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞാൽ എത്ര പേര് പറയുമായിരുന്നു? ഇവിടെ നടത്തിയിട്ടുള്ള ഒരൊറ്റ സർവേ ഏജൻസിയും 16-17 മുകളിൽ പറഞ്ഞിട്ടില്ല. 16, 17, 15 ഇങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 20 ഒരു ആളും പറഞ്ഞിട്ടില്ല. ഈ 17% ഒക്കെ പറഞ്ഞത് കേരളത്തിന് പുറത്തുള്ള ചില ഏജൻസികളാണ് പറഞ്ഞിട്ടുള്ളത്. അതെ അതെ, ഈ ഒരാളും ഈവൻ തൃശ്ശൂരിൽ സുരേഷ് ഗോപി 3-ാം സ്ഥാനത്താണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവര് പോലും അതിനകത്ത് ആ ഒരു സാധ്യത കണ്ടിരുന്നില്ല. 76,000 വോട്ടിനാണ് അദ്ദേഹം അവിടെ ജയിച്ചത്. ഇപ്പൊ 5,000 10,000 വോട്ടിന് ജയിച്ച ഒരാളെ കുറിച്ചിട്ടാണ് അത് ഫോട്ടോ ഫിനിഷ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു കാൽക്കുലേഷനിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് ഫോട്ടോ ഫിനിഷ് ആയിരുന്നു. തിരുവനന്തപുരത്ത് ഫോട്ടോ ഫിനിഷ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ അവർക്ക് പറയാം, ഞങ്ങൾ ഒരു 5,000 വോട്ടിനൊക്കെ അദ്ദേഹം 3-ാം തോക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. വളരെ ചെറിയ മാർജിനിൽ 3 പേര് നീക്കി അദ്ദേഹം 3-ാം സ്ഥാനത്ത് പോയി എന്നാണ് പറഞ്ഞത്. നമുക്ക് മനസ്സിലായി ഇത് 76,000 വോട്ടിന് ജയിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ കുറിച്ചിട്ടാണ് 3-ാം സ്ഥാനം, തോൽക്കുന്നുവല്ലോ പറഞ്ഞ 3-ാം സ്ഥാനം എന്നാണ് അവര് പറയുന്നത്. നമ്മുടെ മാധ്യമങ്ങളുടെ ചില ഏകപക്ഷീയ. അതെ അല്ല, ഞാൻ പറയുന്നത് അവരപ്പോ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ 25 എന്ന് പറയുമ്പോഴും സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് അത്ര എത്തില്ല എന്നുള്ളതാണ്. പക്ഷെ എത്തുവാനുള്ള രാഷ്ട്രീയമായ സാഹചര്യം, സംഘടനാപരമായ സാഹചര്യം BJP കേരളത്തിൽ നിലവിൽ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്തായാലും വരാൻ പോകുന്ന ആ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.